പഠിക്കുന്നൊരു കുട്ടി എപ്പോഴും ആ ദേശീയഗാനം ആദരിക്കപ്പെടേണ്ട ഒരിതാണെന്നും അതിന് എണീറ്റ് നിൽക്കുകയും സ്റ്റഡി ആയിട്ട് നിൽക്കുകയും നമ്മളത് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കാര്യമാണ്. മുതിർന്നതിന് ശേഷം ഞാൻ ഈ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയത അംഗീകരിക്കില്ല, ഇന്ത്യൻ രാഷ്ട്രപിതാവിനെ അംഗീകരിക്കില്ല എന്ന് വാശി പിടിക്കുന്നതിന് എന്ത് അത് തെറ്റല്ലേ? ഇത് പുതിയ കുട്ടികളെല്ലാം റബലാണ്. അങ്ങനൊരു നിഷേധാത്മക സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ശ്രദ്ധിക്കുമെന്നൊരു ട്രെൻഡ് വന്നിട്ടുണ്ട്. അത് ട്രെൻഡായി തന്നെ മാറിയിരിക്കുകയാണ്. പക്ഷേ ആ ട്രെൻഡ് ഇവിടെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ എങ്ങനെ സപ്പോസ് ചെയ്യുന്ന ഇവിടുത്തെ നാട്ടുകാർ പോലും ഇന്ത്യയിലെ നിയമങ്ങളെ ബഹുമാനിക്കാതിരിക്കുകയും എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ മര്യാദക്ക് വണ്ടി ഓടിക്കുന്നവർ പോലുമാണ് ഇവിടുത്തെ നാട്ടുകാർ. അപ്പോൾ സ്വന്തം രാജ്യത്തെ ഒരു കാര്യത്തെ ബഹുമാനിക്കാത്തവർ അന്യ രാജ്യങ്ങളിൽ പോകുമ്പോൾ സ്വന്തം ലാഭത്തിന് വേണ്ടി സ്വന്തം വ്യക്തിത്വത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യത്തെ നിയമങ്ങളെ അംഗീകരിക്കാൻ ശ്രമിക്കുന്നു. പ്രേം നസീറിൻ്റെയും സത്യൻ്റെയും കാലത്ത് യാതൊരു തടസ്സവുമില്ലാതെ ഇവിടെ ദേശീയ ഗാനം സിനിമ തീരം ഇടുമായിരുന്നു. അന്ന് എൻ്റെ പ്രായത്തിലുള്ളൊരു സാറൊക്കെ ഇരിക്കണം, ചോദിച്ചു നോക്കാം. അത് കാലാന്തരത്തിൽ നിന്നു. ഇപ്പം അത് സുപ്രീം കോടതി അതിനെ ഒന്ന് പുതുക്കിയെന്നേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു കേരളത്തിലുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയൊരു സാംസ്കാരിക പ്രവർത്തനമാണ്. അതിൻ്റെ വളരെ സെൻസിറ്റീവാണ് അടുത്ത ആൾക്കാർ അവിടെ വരുന്നവർ. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവിടെ കാണിക്കുന്ന ഫിലിമുകൾ ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ളതാണ്, ജെൻഡർ ഇഷ്യൂസാണ്, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവർ ഒരു സാധനം ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കുമ്പോൾ ഞങ്ങളൊക്കെ കാണുന്നത് വളരെ സംശയത്തോടു കൂടി തന്നെയാണ്. അതുവരെ ഞങ്ങളൊന്നും ഇത് എഴുന്നേറ്റേക്കാൻ തരുന്നിട്ടില്ല, കാരണം സുപ്രീം കോടതി വിധിയാണ്, ഞാനൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ദേശീയത എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്, ദേശീയത നടപ്പിലാക്കിയ രീതിയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഒന്ന് വെച്ചാൽ ഇവിടുത്തെ സംഘടിത മതങ്ങൾക്കൊരു രീതിയുണ്ട്, അതായത് ആചാരങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും മൂല്യങ്ങളെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന രീതി. ആ രീതിയാണ് ഇവിടെയും ദേശീയത നടപ്പിലാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത്. ഈ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്ന പോലെയുള്ള ആചാരങ്ങൾ നടപ്പിലാക്കുക, പക്ഷേ പല മൂല്യങ്ങളും ദേശീയതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പല മൂല്യങ്ങളും ഇവിടെ നടപ്പിലാക്കുന്നില്ല. ജനഗണമന എന്നുള്ള ദേശീയ ഗാനം അതിൽ ആരെങ്കിലുമൊക്കെ നേരത്തെ എതിർത്തു എന്നാണ് പറയുന്നത്. ശരിയാണ്, എതിർത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വന്ദേമാതരത്തെക്കുറിച്ചും വ്യക്തിഗത അഭിപ്രായങ്ങൾ വന്നു. ഇത് രണ്ടും വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യം ഒരു തീരുമാനമെടുത്തു, റിപ്പബ്ലിക്കായ രാജ്യം ഒരു തീരുമാനമെടുത്തു. രണ്ടാമത് അതുപോലെ തന്നെ ദേശീയ പതാകയെക്കുറിച്ചും RSSനെതിരെ എതിരല്ല, വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. അതും രാഷ്ട്രം തീരുമാനിച്ചപ്പം അംഗീകരിച്ചു. 1950കളിലെ രാഷ്ട്ര തീരുമാനം, റിപ്പബ്ലിക്കായ ശേഷം ഉള്ള ദേശീയ പതാക, അതിനുശേഷമുള്ള ദേശീയ ഗാനം, ഇതിനെ മാനിക്കാൻ എല്ലാവർക്കും കൃത്യമായി ബാധ്യതയുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. കമാൽ ഒരു കാര്യം പറഞ്ഞു, ആദ്യം ഈ ഡെലിഗേറ്റ് പറഞ്ഞതുപോലെ സാംസ്കാരിക സംരംഭവാദം സമ്മതിച്ചു. ഇതുപോലെ തന്നെയാണ് ദേശീയ കായികമേള, അന്തർദേശീയ കായികമേള, ഏഷ്യൻ ഗെയിംസ് ഒക്കെ നടക്കുന്നത്. അവിടെയും ഇതുപോലെയുള്ള ചെറുപ്പക്കാരാളുകൾക്ക് തന്നെ പങ്കെടുക്കുന്നത്. അവിടെയൊക്കെ ആകാമെങ്കിൽ സാംസ്കാരിക മേളയിൽ ഇതായിക്കൂടാന്നില്ല. എന്താണ് ദേശീയ പതാക ബി.ജെ.പിക്ക്? അപ്പോൾ അതുകൊണ്ട് ദേശീയ പതാകയെ സംബന്ധിച്ചും ദേശീയ ഗാനത്തെ സംബന്ധിച്ചും ശശികല ടീച്ചർ ഇപ്പോഴും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? അതുകൊണ്ടെന്താ അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക യൂട്യൂബിൽ മാസങ്ങൾക്ക് മുമ്പ് ശശികല ടീച്ചർ അവർ പറഞ്ഞിട്ടുണ്ട്. അത് അതെ, ഒരു മിനിറ്റ് സമയം തരണം. ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ പറയുന്നത് മാർഷൽ ബി.ജെ.പിക്കാർ വരുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, അതായത് ബി.ജെ.പിക്കാർ വരുന്നില്ല എന്ന് പറഞ്ഞു മാർഷൽ. അതായത് ദേശീയ പതാകയെ സംബന്ധിച്ചും ദേശീയ ഗാനത്തെ യൂട്യൂബ് സെർച്ച് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം വേണ്ട. ശശികല ടീച്ചർ അവർ പറയുന്നത് ഇപ്പോഴും അവരുടെ അഭിപ്രായം ഇതാണ്. അങ്ങനെ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രമുഖ നേതാവ് അവരുടെ ദേശീയ ഗാനത്തെ സംബന്ധിച്ചുള്ള RSSന്റെ അഭിപ്രായം ഇതാണ് എന്ന് അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ രാജ്യത്തെ നിലനിൽക്കുന്ന നിയമം ഞങ്ങൾ അംഗീകരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. അപ്പോൾ 2014 ശേഷം എനിക്ക് മറ്റൊരു കാര്യം, മാർഷൽ സമയം തരണം. 2014 ശേഷമുള്ള നിങ്ങളുടെ വാദഗതി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആരെല്ലാം ദേശീയത അമിതമായി സ്വന്തം രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ ഉപയോഗിച്ചോ? ലോക ചരിത്രം അതാണ്. അത് ഹിറ്റ്ലർ ആയാലും മുസോളിനി ആയാലും സദാം ഹുസൈൻ ആയാലും ഗദ്ദാഫി ആയാലും ഇനിയിപ്പോൾ നരേന്ദ്രമോദിക്ക് സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. യാതൊരു തർക്കവും വേണ്ട. ഒറ്റ കാര്യം കൂടി ഞാൻ അതിലേക്ക് വരികയാണ്. ഒറ്റ കാര്യം കൂടി. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഈ വിവാദം IFFKയിൽ ദേശീയ ഗാനം പ്ലേ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഉണ്ടായത്. അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എന്നോട് ഇവിടെ പലരും അഭിപ്രായം പങ്കുവെച്ച് കഴിഞ്ഞു. ഇപ്പം തിയേറ്ററിൽ ദേശീയ ഗാനം പാടില്ല, അത് പറ്റില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായം നേരെ തിരിച്ചാണ്. എന്തുകൊണ്ടായിക്കൂടാ?
ഇവിടെ തിയേറ്ററിൽ എന്തുകൊണ്ടായിക്കൂടാ? നിയമവിധേയമായി സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് തിയേറ്റർ പ്രവർത്തിക്കുന്നത്. സെൻസർ ബോർഡ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള സിനിമകളെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നുള്ളൂ. നമ്മൾ 1 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ ആ 1 രൂപയുടെ 1% ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിയമത്തിന് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന തിയേറ്ററിൽ പാടാൻ പറ്റില്ല എന്ന് പറയുന്ന വാദത്തോടും എനിക്ക് യോജിപ്പില്ല. എന്തുകൊണ്ടാണ് സാർ ചോദിച്ചത്, എന്തുകൊണ്ടാണ് പിന്നെ കായികമേള നടക്കുമ്പോൾ ദേശീയഗാനം ആലപിക്കുന്നു, അവിടെ ആകാമെങ്കിൽ എന്തുകൊണ്ട് IFFK ആയിക്കൂടാന്ന് ചോദിക്കുന്നത് കറക്റ്റാണ്. ദേശീയമേള അല്ലെങ്കിൽ കായികമേള നടക്കുമ്പോൾ തുടക്കത്തിലൊരു ചടങ്ങുണ്ട്, അതിന് ദേശീയഗാനം പാടും. ഇവിടെ അതിൻ്റെ ഉദ്ഘാടനത്തിന് അത് ആലപിക്കും, ഒരു പ്രശ്നമില്ല, ആരും അനാദരിച്ചിട്ടില്ല. ഇവിടെ സംഭവിക്കുന്നത് ഓരോ ഓട്ട മത്സരം തുടങ്ങുമ്പോഴും ദേശീയഗാനം പാടി ആളുകൾ ചാടി അല്ല തുടങ്ങുന്നത്. അവാർഡ് ദാനത്തിനുണ്ട്, ഉണ്ട്, അതുണ്ട്, ഇതില്ലാന്ന് പറഞ്ഞില്ല. ഒളിമ്പിക്സ് നടക്കുന്ന ദിവസങ്ങളിലെല്ലാം ഓരോ കായിക ഇനത്തിന്റെയും തുടക്കത്തിൽ ദേശീയഗാനം പാടിയിട്ട് നിങ്ങൾ പൊയ്ക്കൊള്ളൂ എന്നല്ല പറയുന്നത്. ഇത് നിങ്ങൾക്ക് ധാരണ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. അത് വേറെ IFFK-യില് ഒരു ദിവസം 8ഉം 10ഉം പടങ്ങൾ കാണുന്ന മനുഷ്യര് ഓരോ പടത്തിനും എണീറ്റ് നിന്ന് ദേശീയ ബോധം ഊട്ടി ഉറപ്പിച്ചിട്ട് അടുത്ത സിനിമ കാണുമെന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഡീൻ ചോദിക്കുന്നു എന്തുകൊണ്ട് തിയേറ്ററിലായിക്കൂടാ, ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് ചന്തയിലായിക്കൂടാ. ചന്തയും ഈ പറയുന്ന പോലെ സർക്കാർ. അതിന് മറ്റൊരു പ്രശ്നമുണ്ട്. അതായത് ഞാൻ പറയാം ദേശീയത അത് അല്ലല്ല, ഒരൊറ്റ കാര്യം, സ്കൂളുകളിൽ ഞാൻ ചോദിക്കട്ടെ, പൊതു സദസ്സുകളിൽ പൊതുപരിപാടികളിൽ ദേശീയഗാന ആലാപനം ഉള്ളതാണ്. ഈ ഡിബേറ്റ് ഇന്ന് മുതലേ തുടങ്ങിയല്ല. ഞാൻ പറയുന്നു ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്. ഇതേ സിനിമാ തിയേറ്ററുകളിൽ ഒരു വിഷയമുണ്ട്. തിയേറ്ററിൽ പ്ലേ ചെയ്യുന്നത് അവിടെ നമ്മൾ നാഷണൽസും യൂണിറ്റിക്കും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവിടെ പ്ലേ ചെയ്തത്. അപ്പം അത് എണീറ്റ് നിൽക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. അപ്പം നമ്മൾ അനുസരിക്കണം. ഇനിയിപ്പം അത് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് ദേശദ്രോഹി ആക്കാൻ പാടില്ല. അത് അങ്ങനെ എണീക്കാത്തത് കൊണ്ട് ദേശദ്രോഹി ആണെന്ന് പറഞ്ഞ് ഒരിക്കലും മുദ്രവെത്താൻ പാടില്ല. സനൽ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ കൃത്യമായി യോജിക്കുന്നു. കാരണം ആവർത്തിച്ച് ഓരോ പ്രദർശനം കഴിയുമ്പോഴും അത് വേണ്ട, അത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് വേണ്ടാതാക്കാൻ വേണ്ടി വ്യവസ്ഥാപിതമായ മാർഗത്തിൽ കൂടെ അത് ഒഴിവാക്കുന്നതിനുള്ള മാർഗം കണ്ടെത്താം. ദേശീയഗാനത്തിനെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. ഞാൻ ഒരു ഡെലിഗേറ്റായിട്ട് IFFK പങ്കെടുത്ത ഒരാളാണ്. അവിടെ 5-6 സിനിമകൾ ഒരേ ദിവസം തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞങ്ങളോടൊപ്പം എണീറ്റ് നിൽക്കാത്തവരുണ്ടായിരിക്കും. അതൊന്നും അവർ ദേശീയഗാനത്തെ ആക്ഷേപിക്കലോ ഒന്നുമല്ല, മറിച്ച് ഈ ഒരു ഇൻ്ററിം വിധിയെ അവർ ചിലപ്പോൾ അംഗീകരിക്കുന്നുണ്ടാവില്ല. ആ ഒരു വിധി, ഫൈനൽ വിധി വരുമ്പോഴത്തേക്കും അത് മാറുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷയും. എന്ന് വെച്ചാൽ 2014 മെയ് കഴിഞ്ഞിട്ടായിരിക്കും, എന്ന് വെച്ചാൽ മോഡി സർക്കാർ വന്നിട്ട് ശേഷമാണ് ദേശീയത ഒരു ട്രെൻഡായിട്ട് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ ചേട്ടാ ഞങ്ങള് ദേശസ്നേഹിയാണ്, ദേശദ്രോഹിയൊന്നും ആക്കി കളഞ്ഞേക്കല്ലേ. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ബീഫ് മുതൽ നമ്മൾ അടുക്കളയെ വെച്ചേക്കുന്ന അവിടെ മുതൽ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വരെ ഇവർ കൈവച്ചു. നമ്മുടെ ഇപ്പോൾ കൈ കാശില്ലാത്തതുകൊണ്ട് ഇതെടുക്കാൻ പറ്റിയില്ല, സ്വാഭാവികമായിട്ടും പറ്റില്ല. എന്തുകൊണ്ട് സുപ്രീം കോടതി, ഹൈക്കോടതി, മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ കോടതിയിൽ തുടങ്ങിയവയിൽ എന്തുകൊണ്ട് ഒരു മോഡലായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഒരു ദേശീയഗാനം ഇട്ടുകൊണ്ട് തന്നെ തുടങ്ങിക്കൂടാ? പോലീസിനെ നിയോഗിച്ചത് നടപ്പിലാക്കാൻ പറ്റിയില്ല എങ്കിൽ അത് ജനക്കൂട്ടം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അതായത് ഈ പറയുന്ന സംഘപരിവാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും അതൊരു വലിയ കലാപമായി മാറുകയും ചെയ്യും. പാപം ചെയ്ത കുമ്പസരിച്ച പാവത്തിന് മോക്ഷം കിട്ടും, അല്ലെങ്കിൽ ഗംഗയിൽ പോയി കുളിച്ച പാവത്തിന് മോക്ഷം കിട്ടും എന്ന് പറയുന്ന പോലെ ഒരു 10 പേര് കൂടി നിൽക്കുമ്പോൾ അറ്റൻഷനായിട്ട് നിന്ന് ദേശീയഗാനം പാടിയത് കൊണ്ടോ, അല്ലെങ്കിൽ അവിടെ പോയി പട്ടാളക്കാർ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് വീമ്പിളക്കി പ്രസംഗിച്ചതുകൊണ്ടോ, ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞ് വിളിച്ചത് കൊണ്ടോ നാട്ടുകാരെ മൊത്തം ഇത്ര ബാക്കി വർഗീയ വിഷം കുത്തുകയും ചെയ്യുന്നതാണോ ദേശീയത എന്ന് നിങ്ങളുടെ പാർട്ടിക്കാർ ചിന്തിക്കേണ്ടതാണ്. ദേശീയതയും ദേശീയ ഗാനവും എന്നും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. നല്ല ചർച്ചകൾ സ്വീകരിക്കപ്പെടട്ടെ, അല്ലാത്തവ തള്ളിക്കളയപ്പെട്ടെ. അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി കാണാം. നല്ല നമസ്കാരം.